ഓക്കെ, താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1320 ദിവസമാണ്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു മലയാളം സെഷനിൽ ഒരു ചർച്ചയാണ്. ഹോമിയോപ്പതിയും കേസ് ടേക്കിങ്ങിന്റെ സവിശേഷതകൾ എന്ന വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഹോമിയോപ്പതിയുടെ കേസ് ടേക്കിംഗ് എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക രീതിയിലാണ്. രോഗികൾ തന്നെ പലപ്പോഴും അന്തപ്പെട്ടിരിക്കാറുണ്ട്. നമ്മൾ ഓരോ ചോദ്യങ്ങൾ കേട്ട് അവര് തന്നെ സംശയങ്ങൾ ചോദിക്കും. എന്താ ഡോക്ടർ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്താ ഇത് ചോദിക്കുന്നതെന്ന് സംശയിച്ചിരുന്നു. ആ തരത്തിലാണ് നമ്മുടെ കേസ് ടേക്കിംഗ്. എന്തായാലും അതിന്റെ പ്രസക്തിയെ കുറിച്ചും എന്തിനാണ് നമ്മൾ ഈ കേസ് ഇത്രയും വിശദമായിട്ട് എടുക്കുന്നത്, അതിനെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെയാണ് ഇന്ന് വരാൻ പോണത്. എന്തായാലും കേസ് ടേക്കിങ്ങിനെ കുറിച്ച് ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ ഡോക്ടർ ധനേഷ് ക്ഷണിക്കുന്നു. ഡോക്ടറെ തുടങ്ങും. നന്ദി ശൈല ഡോക്ടറെ. നമ്മള് വളരെ വ്യത്യസ്തമായ ഒരു വിഷയം, എന്നാൽ ഹോമിയോപ്പതി സമൂഹത്തിലെ എല്ലാ ഡോക്ടർമാരും നിത്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ സബ്ജക്റ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ കേസ് ടേക്കിങ് എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്ത് പറയാനാണ്, ഇതെന്ത് പഠിക്കാനാണ്, ഇതെന്ത് കേൾക്കാനാണ് എന്നൊരു തോന്നൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാകാം. പക്ഷെ നമ്മൾ ഹോമിയോപ്പതി കേസ് ടേക്കിങ് സാധാരണ കേസ് ടേക്കിങ് ഫോം എടുക്കുമ്പോഴും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, സാധാരണ അലോപ്പതി കേസ് ടേക്കിങ്ങില് അവരുടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അതിനകത്തുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ് ഒരു രോഗി നമ്മുടെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പരിശോധിച്ചു രേഖപ്പെടുത്തുന്നത്, ഇതെല്ലാം കേസ് ടേക്കിങ്ങിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ആദ്യം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുമ്പോൾ രോഗിയുടെ പേര് വിവരം, കുടുംബ ചരിത്രം, കുടുംബത്തിൽ അയാളുടെ സ്ഥാനം, ആ കുടുംബത്തിൽ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, സമൂഹത്തോട് അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെയുള്ള 100 ചോദ്യങ്ങളുമായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. പക്ഷെ പല കാര്യങ്ങളും നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ മനസ്സിലാക്കും. അത് നമ്മൾ ഒബ്സർവേഷൻ വഴി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ നോട്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷെ കേസ് ടേക്കിങ്ങിൽ എപ്പോഴും സാധാരണ പറയുമ്പോഴും നമ്മൾ തല മുതൽ താഴോട്ട് ആണ് പോകുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് മൈൻഡ്, ഹോമിയോപ്പതി എന്ന് പറയുമ്പോഴും നമ്മൾ മൈൻഡിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു രോഗി എന്ന് പറയുമ്പോൾ എപ്പോഴും ഡോക്ടറെ എൻ്റെ കൈക്ക് നല്ല വേദന. അപ്പൊ നമ്മൾ ചോദിക്കും, അത് എവിടെയാണ്, എപ്പോൾ തുടങ്ങി, എവിടുന്ന് തുടങ്ങി, എന്താ കാരണം? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം അത് തുടങ്ങുമ്പോഴത്തേക്കായിരിക്കും ആ രോഗി പറയുന്നത്, ഡോക്ടറെ അതെ ഒരു ദിവസം എനിക്ക് ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു രോഗി പെട്ടെന്ന് ഇന്നലെ വന്നതാണ്. ഭയങ്കരമായിട്ട് ഡോക്ടറെ എനിക്ക് വയറ് നിറച്ച് ഗ്യാസാണ്, ആകെപ്പാടെ വയറ്റിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ പ്രശ്നം? അത് എങ്ങനെ ഡോക്ടറെ? ഇടയ്ക്ക് ഞാൻ ഇച്ചിരി സൈക്കാട്രിയുടെ മരുന്ന് കഴിക്കേണ്ടി വന്നു. അതെന്താണ് സംഭവിച്ചത്? അത് ഒരിക്കൽ എനിക്ക് നല്ലൊരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. സാമ്പത്തിക തിരിമറി വരുന്ന പോലെ കണക്കുകളൊക്കെ തെറ്റിപ്പോയി. അപ്പം അതിനെന്താണ് കാരണം എന്നന്വേഷിച്ചപ്പോൾ അതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രോപ്പർട്ടി സംബന്ധിച്ച് ഭയങ്കരമായ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുകയും അദ്ദേഹം ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു ഡിസ്പ്യൂട്ടിൽ ചെന്നപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടുത്ത ദിവസമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ തീർച്ചയായും നമ്മുടെ ഹോമിയോപ്പതി കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ എയിൽമെന്റ്സ് ആഫ്റ്റർ ഹർട്ട് അല്ലെങ്കിൽ കോറൽ, ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു രീതി വെച്ച് ശരിക്കും അത് ഒരു ഡോസ് ഇഗ്നീഷ്യ മെഡിസിൻ കൊണ്ട് ആദ്യം തന്നെ കറക്റ്റായി പോകേണ്ടതാണ്. പക്ഷെ ആ രോഗി നമ്മുടെ അടുത്ത് ആദ്യം വരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. ആ കേസ് അങ്ങ് വന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തിന് ആ മരുന്നെല്ലാം കഴിച്ച്, സൈക്കാട്രിയുടെ മരുന്നെല്ലാം കഴിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തി. പിന്നെ അതുകൊണ്ട് ഉറക്കക്കുറവുണ്ടെന്നാലും വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നു. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ ബുദ്ധിമുട്ട് വരും.
ഇപ്പൊ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം ഒരു ആങ്സൈറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള രോഗികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആ പറയുന്ന ഭാഗത്ത് ഉറച്ചു നിൽക്കാതെ അതിനെ കുറച്ച് മുമ്പോട്ടും പിറകോട്ടും പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ മുമ്പോട്ടും പുറകോട്ടും പോകുമ്പോഴാണ് നമ്മൾ ആദ്യം തൊട്ട് എഴുതുന്ന അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായം ഇത് ബാക്കി പ്രൈമ ഫേസ് ഒരു കേസ് ഷീറ്റിന്റെ ആ മെയിലിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പേര്, അഡ്രസ്സ്, അയാളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, പ്രായം, സെക്സ്, ഇതെല്ലാം നമ്മൾ എഴുതും. അത് കഴിഞ്ഞ മുതലാണ് പ്രസന്റ് ഹിസ്റ്ററി എഴുതുന്നത്. അപ്പൊ നമുക്ക് പ്രസന്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ അയാൾക്ക് എന്താണ് ആ ഒരു വിവരം നമ്മൾ എഴുതും. ആ പ്രസന്റ് ഹിസ്റ്ററി കഴിഞ്ഞിട്ട് അതിന്റെ താഴെയാണ് പ്രീവിയസ് ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, ഇതെല്ലാം എഴുതുന്നത്. അപ്പൊ ഹോമിയോപ്പതി ഡോക്ടർ ഇപ്പൊ വയറ് വേദന എന്ന് പറയുമ്പോഴും അത് എപ്പോഴും എങ്ങനെ തുടങ്ങി ഇതെല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ സെൻസേഷൻ, അപ്പൊ അതിൽ എന്ത് ഫീലിംഗ് വരുന്നു, സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റീസ്, കൺകമിറ്റൻസ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഡോക്ടറെ എനിക്ക് ആ ഗ്യാസ് ഇങ്ങോട്ട് വരുമ്പം ശരീരത്തിന് എവിടെ തൊട്ടാലും ഇക്കിള് വരും, അല്ലെങ്കിൽ ഏമ്പക്കം പോകും. അപ്പം അങ്ങനെ പറയുമ്പോൾ അതൊരു കൺകമിറ്റൻസ് സിൻഡ്രോം എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോന്നിനെയും ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ കുറെ നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കീസ് ദ കീവേഡ് എന്ന് പറയുന്ന പോലെ ഈ രോഗിയുടെ മാത്രമായിട്ടുള്ള പ്രത്യേക സവിശേഷത എന്താണ്, അവിടെ തൊടുമ്പോൾ പെട്ടെന്ന് നിക്കിൾ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു റെയർ പെക്യൂലിയർ അൺകോമൺ ക്യാരക്ടറിസ്റ്റിക് സിൻഡ്രോം ആണ്. അപ്പൊ അതിന് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് പോകാവുന്നതാണ്. അപ്പം പക്ഷെ കേസ് ടേക്കിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതുകയും അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിന് നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ മുന്നിൽ കാണുന്ന പ്രശ്നങ്ങൾ, അത് ഒരു കുട്ടി ഇപ്പൊ തന്നെ എൻ്റെ മോളുടെ കുട്ടി ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് അവള് ശരിക്കും ആക്ഷൻസ് ആണ് കാണിക്കുന്നത്, ഡാൻസ് കളിക്കുന്ന പോലുള്ള ആക്ഷൻസ്. അപ്പം ഡാൻസിങ് നേച്ചർ അത് നമുക്ക് ഒബ്സർവ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഇറങ്ങി സംസാരിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ മൂക്കിലൊന്ന് ടച്ച് ചെയ്യുന്നതായിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു വേണമെങ്കിൽ നമുക്കതങ്ങനെ അങ്ങനെ ഒരു രോഗി ഒരാൾ എന്തൊക്കെ കാണിക്കുന്നു എന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒരാൾ നമ്മുടെ മുന്നിലോട്ട് വരുമ്പം അയാളുടെ ഡ്രസ്സ് എന്ത്, ഇതൊക്കെയാണ് ഹോമിയോപ്പതിയുടെ മാത്രമായ ചില സവിശേഷതകൾ. അലോപ്പതിയിൽ ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ല. അവരിപ്പം നോക്കുമ്പോൾ ഒരു കണ്ണ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ കേസ് ഓഫ് പാരാലിസിസ്, അല്ലെ ഇറ്റ് ക്യാൻ ബി എ കേസ് ഓഫ് സ്ട്രോക്ക്, അതിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടങ്ങനെ. പക്ഷെ നമ്മൾ ആ കണ്ണിന്റെ ആ ഗോഷ്ഠി എന്നുള്ളതിലും പ്രധാനമായിട്ട് അതുകൊണ്ട് എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോ കേസിലും വ്യത്യസ്തതകൾ ഉണ്ടാവും. ഒരു പേഷ്യന്റ് കയറി വരുമ്പോൾ തന്നെ ഈ നമ്മൾ പറഞ്ഞ ഭയങ്കര സ്മെല്ല് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ല്, അത് ഏത് ടൈപ്പ് സ്മെല്ലാണ്, ആ ഒരു സ്മെല്ലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് നമ്മുടെ കേസ് ടേക്കിങ്ങിൽ വളരെ പെട്ടെന്ന് അതിലോട്ട് പോകാം. അതായത് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ പൊളിക്കുമ്പോൾ തന്നെ വായുടെ അകത്ത് ഭയങ്കര സ്മെല്ല് വായിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊരു ഉള്ളിലെ ആ ഒരു അസുഖത്തിന്റെ ഡെപ്തിനെയാണ് കാണിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു കുട്ടി മൂക്ക് ചീറ്റുമ്പോൾ അതിനകത്ത് വരുന്ന തിക്ക് ഡിസ്ചാർജ്, അപ്പോൾ അത് തിക്കാണ്, അതിന് നിറം ഗ്രീനിഷ് ആണ്, നല്ല ഇതിങ്ങനെ പൊയ്ക്കഴിയുമ്പോൾ കുറയുന്നു, അല്ലെങ്കിൽ അത് പൂന്തോറും ഭയങ്കര വേദനയാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. നമ്മൾ സാധാരണ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഹോമിയോപ്പതി പഠിക്കാനായിട്ട് വരുമ്പോഴും ഇതെല്ലാം നമ്മൾ എടുക്കണം. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഡോക്ടർ ആയി കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്കിത് കാണുമ്പോഴേ തന്നെ ഇതിൻ്റെ കാര്യങ്ങളാണ് മനസ്സിലാക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ പോകരുത്. പിന്നെ കേസ് എഴുതുന്ന രീതിയാണെങ്കിലും നമ്മൾ ഇപ്പം സാധാരണ നമ്മൾ വിദ്യാർത്ഥികളോട് പറയുന്നത് നിങ്ങൾ ഇതെല്ലാം എഴുതി പോകണമെന്നാണ്. പക്ഷെ ശരിക്ക് ഡോക്ടർ ഹനുമാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളിങ്ങനെ ഒരു കഥ കേൾക്കുന്ന ഒരാളെ പോലെ കേട്ടിരിക്കുക, അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരുന്നത് വരെ കേൾക്കുക. അതിനിടയ്ക്ക് ഒരു കാരണവശാലും നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ടൊന്നും പറയിക്കരുത്. അവര് മിണ്ടാതിരിക്കുമ്പോൾ, ഒന്നും പറയാതിരിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇവർ പറയാതിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്തിരിക്കുന്ന ബൈസ്റ്റാൻഡറെ പേടിച്ചിട്ടാവാം പറയാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും
ഇത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടറോട് എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, അടുത്ത വട്ടം വരുമ്പോൾ അദ്ദേഹത്തിനെ ഒഴിവാക്കി വരാം, അതല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ എനിക്ക് പറയാൻ പറ്റിയ ഒരാളെയും കൂട്ടി വരാം എന്ന് വിചാരിച്ച് അടുത്ത പ്രാവശ്യമായിരിക്കും അവർ ചിലപ്പോൾ കേസസ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഈ സാഹചര്യങ്ങൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹോമിയോപ്പതി കേസ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ കൂടുതലും ഈ ഗൈഡൻസ്, അതായത് ഇപ്പൊ നമ്മൾ മിക്കവാറും ഇപ്പൊ പേഷ്യൻസ് വരുന്നത് ഒരു ബണ്ടിൽ ഓഫ് ടെസ്റ്റ് ചെയ്ത പേപ്പേഴ്സുകളും എക്സ്റേ. ഇപ്പൊ തന്നെ ഇപ്പൊ വൈകിട്ട് പോരാൻ നേരം ഒരു പേഷ്യന്റ് വന്ന് കാലിന്റെ പാദത്തിൽ ഡോക്ടറെ എന്റെ എല്ല് വളരുന്നു എന്നും പറഞ്ഞ് ഡോക്ടർ പരിശോധിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് കാര്യമായ മാറ്റമൊന്നുമില്ല എന്നും പറഞ്ഞാണ് അവർ വരുന്നത്. അപ്പൊ എക്സ്റേ ഫിലിമോ എല്ലാം ഉണ്ട് കയ്യില്. പക്ഷെ അപ്പൊ ചോദിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു പെയിനിലും കൂടുതൽ ശരീരം മൊത്തം ക്ഷീണമാണ്, തളർച്ചയാണ്, അസ്വസ്ഥതകളാണ്. ഇപ്പം ഏജ് 42 ഉണ്ട്. അപ്പൊ അതൊരു മെനോപോസൽ സിൻഡ്രോത്തിന്റെ തുടക്കമുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ അതിലും കൂടുതലായിട്ട് ഇവരെപ്പോഴും പറയുന്നത് ഈ എല്ല് വളർന്നിരിക്കുകയാണ്, ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതാണ് രോഗം എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കേസ് ടേക്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നല്ലൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ, കഴിഞ്ഞ ദിവസവും നമ്മുടെ ഇംഗ്ലീഷിൽ തന്നെ ഉണ്ടായിരുന്നു, എ വെൽ ടേക്കൺ കേസ് ഈസ് ഹാഫ് ക്യൂർഡ് എന്ന് തന്നെ ഒരു ഡോക്ടർ, ഒരു രത്ന ഭട്ട് എന്ന് പറയുന്ന ഡോക്ടർ കഴിഞ്ഞ ദിവസം ഒരു പേപ്പർ തന്നെ പ്രസന്റ് ചെയ്തു. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പണ്ടുതൊട്ടേ നമ്മുടെ ഫിലോസഫിക്കൽ ഓർഗനുള്ള ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നതാണ്. അപ്പൊ ഈ വെൽ ടേക്കൺ കേസ് ഈസ് ഹാഫ് ക്യൂർഡ് എന്ന് പറയുന്നത് രോഗിക്ക് തന്നെ നമ്മൾ ഈ രോഗവിവരങ്ങൾ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഈ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. അത് തന്നെ രോഗത്തെ വേഗം കുറയ്ക്കുന്നതിനൊരു കാരണമാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണ് ഒരു ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ ഇടപെടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് കേട്ടിരുന്നതിന് ശേഷം നമുക്ക് വരുന്ന സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനായിട്ട് ചെയ്യാം. അതിൽ തന്നെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഈ രോഗിയെ ഇരുത്തിക്കൊണ്ട് തന്നെ ബൈസ്റ്റാൻഡറോട് കാര്യങ്ങൾ ചോദിക്കാം. അത് കഴിഞ്ഞ് ബൈസ്റ്റാൻഡറെ പുറത്തിരുത്തിക്കൊണ്ട് രോഗിയോട് കാര്യങ്ങൾ ചോദിക്കാം. തിരിച്ച് രോഗിയെ പുറത്തിരുത്തിക്കൊണ്ട് ബൈസ്റ്റാൻഡറോട് ചോദിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുത്തി വീണ്ടും നമുക്ക് ചോദിക്കാം. അതുകൊണ്ടാണ് പലരും വിചാരിക്കുന്നത് ഹോമിയോപ്പതി ഡോക്ടർമാര് ഒരു പൊതുവെ കൗൺസിലിംഗ് ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുകയല്ല, നമ്മൾ ഈ രോഗിയെ പഠിച്ച് ശരിക്കും മനസ്സിലാക്കുമെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിയായ രീതിയിൽ സിംറ്റംസ് കിട്ടുന്നത്. കുറെ 10-100 സിംറ്റംസ് കിട്ടിയാൽ അതിൽ നിന്ന് 4-5 സിംറ്റംസ് എടുത്തു വെച്ചായിരിക്കും നമുക്ക് റെപ്പർട്ടറൈസേഷൻ ചെയ്യേണ്ടത്. അപ്പൊ ആ സിംറ്റംസ് ഇതിൽ ഏതാണെന്ന് കണ്ടുകിട്ടണമെങ്കിൽ ശരിക്കും ഈ രോഗിയുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പ്രവേശിക്കണം. അപ്പൊ അങ്ങനെ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു മെഡിസിൻ കിട്ടുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ പോളിക്രിസ്റ്റൽ റെമഡീസിലെ കോമൺ ആയിട്ടുള്ള മെഡിസിൻസ് തന്നെ ആയിരിക്കും നമ്മൾ ഏത് കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു രോഗി വരുമ്പോഴത്തേക്ക് പുതച്ചു മൂടി വരികയാണെങ്കിൽ അയാളെ ചില്ലി കാറ്റഗറി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ചില്ലി ഗ്രൂപ്പ് റെമഡി വേണമെന്നുള്ളത് നമുക്ക് നമ്മുടെ കേസ് ഷീറ്റിന്റെ സൈഡിൽ എഴുതി വെക്കാൻ പറ്റും, ചില്ലി ആണെന്നുള്ളത്. അതൊക്കെ നമ്മൾ കേസ് ഷീറ്റിൽ ഹോമിയോപ്പതിക്കാർ ചേർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് വരുമ്പോഴേ ഷർട്ടിന്റെ കോളർ എല്ലാം അയച്ചിട്ട് വളരെ വിശാലമായിട്ട് വന്ന പാടെ പാൻറ് താഴെ ഇങ്ങനെ ഇരുന്ന്, അല്ലെങ്കിൽ AC ആണെങ്കിൽ പോലും പക്ഷെ നല്ല ചൂടാണല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് കാറ്റ് കിട്ടുന്നിടത്തിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ഹോമിയോപ്പതി ഡോക്ടർ എടുക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ കേസിലോട്ട് പോവുകയും നമ്മളത് അനാലിസിസ് ചെയ്യുകയും രോഗിക്ക് കൊടുക്കേണ്ട മരുന്നിനെ കുറിച്ചൊരു നിശ്ചയം വരുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഏകദേശം ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഒത്തിരി ഡോക്ടർമാർക്ക് ഇതിന്റെ കൂടി കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. നല്ല രീതിയിൽ പറയാൻ പറ്റിയ ജെയിംസ് സാറൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. സാറാണെന്ന് തോന്നുന്നു ഗാലക്സിയിൽ അല്ലേ? അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു തുടർ ചർച്ച തന്നെ വേണം. എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഇത്രയൊന്നും എഴുതാറില്ല. പക്ഷെ അങ്ങനെ എഴുതി വരുമ്പോഴാണ് നമ്മൾ പറയല്ലേ, നമ്മൾ നല്ലപോലെ എഴുതുന്നതോടെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ക്ലിയർ ആയി വരും. അപ്പോഴ് നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആകുമ്പോൾ സ്പീഡായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ സ്പീഡ് അങ്ങ് ആവും എന്ന് പറഞ്ഞല്ലേ. നല്ല ഒരു രീതിയിൽ നമുക്കിപ്പോ ഗാന്ധിജിയുടെ പടം വരയ്ക്കുന്ന പോലെയാണ്. നമ്മൾ സ്കെച്ച് ഇടുമ്പോൾ
നല്ല പടം വരയ്ക്കുന്ന ഒരാൾക്ക്, നല്ല ഒരു ആർട്ടിസ്റ്റിന് ഗാന്ധിജിയുടെ പടം വരയ്ക്കുന്ന രീതിയും നമ്മൾ വരയ്ക്കുന്ന രീതിയും, നമ്മളാണെങ്കിൽ അത് മുഴുവൻ ഇങ്ങനെ ഇരുന്ന് പകർത്തി കുറേ സമയം എടുത്തായിരിക്കും ചെയ്യുന്നത്. ഒരു ആർട്ടിസ്റ്റിന് ഒരു 2-3 വര കൊണ്ട് തന്നെ ഗാന്ധിജിയെ നമ്മുടെ മുമ്പിൽ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന കേസ് ടേക്കിങ്ങിലെ വ്യത്യാസം. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ പേഷ്യന്റിന്റെ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രോഗി ഒരു 5 വർഷം കഴിഞ്ഞ് വന്നാലും ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഈ രോഗിയെക്കുറിച്ചുള്ള ഓർമ്മകളും അയാളുടെ രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരികയും നമ്മൾ അതൊന്ന് രോഗിയെ റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ ആ രോഗി ഉണ്ടാകുന്ന സമാധാനവും സന്തോഷവും നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായവും വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ഇത്രയൊക്കെ ഇതിന്റെ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ചർച്ചയിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇടപെടാം. മറ്റുള്ളവരെല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കുക. ണ്ട് വേറെ ശ്രീധരകുൽ സാറ് റെഡിയാണ്. സാറ് തുടങ്ങാം. കേൾക്കാമോ? കേൾക്കാം സാറേ. കേൾക്കാം. ഞാൻ കാണത്തില്ലേ. അറിയാമല്ലോ. പറഞ്ഞു. ഹനുമാന് ഇത് പറഞ്ഞിരിക്കുന്നത് 84 പാരഗ്രാഫ് തൊട്ട് 99 വരെയാണ്. ഈ എങ്ങനെയാണ് കേസ് ടേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 84 തൊട്ട് 99 വരെയാണ്. ഡോക്ടർ നരേഷ് എല്ലാം ഒരാമുഖം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അതിനെ പറയേണ്ട കാര്യമില്ല. ഇപ്പം 84-ാമത്തെ പാരഗ്രാഫ് തൊട്ട് അത് രോഗി അയാളുടെ രോഗചരിത്രം വിവരിക്കുന്നു. കുടുംബാംഗങ്ങൾ അയാളുടെ അസുഖങ്ങളെ പറ്റി അയാൾ പറഞ്ഞു കേട്ടത്, അയാളുടെ പെരുമാറ്റത്തിൽ അവർ നേരിട്ട് കണ്ടതുമായ കാര്യങ്ങൾ പറയുന്നു. വൈദ്യൻ കാണുന്നു, കേൾക്കുന്നു, മറ്റു വിധത്തിൽ രോഗിയുടെ പ്രകൃതമാറ്റത്തെ ഗ്രഹിക്കുന്നു. രോഗിയും ബന്ധുക്കളും പറഞ്ഞത് അവരുടെ ഭാഷയിൽ തന്നെ രേഖപ്പെടുത്തുന്നു. ഇടയിൽ കടന്നു ചോദിക്കാതെ അവർക്ക് പറയുവാനുള്ളതെല്ലാം മൗനമായിരുന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം. വിഷയത്തിൽ നിന്നും തെറ്റിപ്പോകാണെങ്കിൽ മാത്രം അത് ചൂണ്ടിക്കാണിക്കുന്നു. തനിക്ക് എഴുതിയെടുക്കത്തക്ക വിധം സാവധാനത്തിൽ പറയുവാൻ അവരെ ആദ്യം തന്നെ ഉപദേശിക്കണം. രോഗിയും മറ്റുള്ളവരും പറയുന്ന ഓരോ ലക്ഷണങ്ങളും വേർതിരിച്ചെഴുതുന്നു. പിന്നീട് ചോദ്യങ്ങൾ കൊണ്ട് വിശദീകരിച്ചറിഞ്ഞ് അതാതിന് കൂട്ടത്തിൽ എഴുതണം. രോഗിക്കും മറ്റുള്ളവർക്കും പറയേണ്ടതെല്ലാം പറഞ്ഞു തീർന്ന ശേഷം വൈദ്യൻ എഴുതിയെടുത്ത ഓരോ ലക്ഷണങ്ങളും വെവ്വേറെ വായിച്ച് അവയെപ്പറ്റി താഴെ പറയും വിധം വിശദീകരണം ആവശ്യപ്പെടുക. ഉദാഹരണമായി, ഈ ലക്ഷണങ്ങൾ എപ്പോൾ ഉണ്ടായി, ഇതിനു മുമ്പേ ഔഷധം സേവിച്ചിരുന്ന കാലത്തോ അതിനു മുമ്പിലോ ശേഷമോ ശരീരത്തിലെ വേദനകളെ പെയിൻസ് ആൻഡ് സെൻസേഷൻസ് സ്ഥാനവും അതിൻ്റെ സൂക്ഷ്മപ്രകൃതവും എന്ത്, വേദന തുടർച്ചയായോ വിട്ടുവിട്ടോ ക്രമമല്ലാതെയാണോ വന്നിരുന്നത്, അത് എത്ര നേരം നിന്നു, ഏത് സമയത്താണ്, പകൽ, രാത്രി, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, അങ്ങനെ പല മൊഡാലിറ്റികളും ചോദിക്കാം. ശരീരം ഏത് അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇരിക്കുക, കിടക്കുക, നടക്കുക, ഉറങ്ങുക, നിൽക്കുക, നടക്കുക മുതലായവ, അത് വർദ്ധിക്കുന്നതും ആശ്വാസപ്പെടുന്നതും ഇത്യാദി പ്രശ്നങ്ങൾക്ക് പുറമെ രോഗത്തെപ്പറ്റി പറഞ്ഞ മറ്റ് സംഗതികൾ ആവശ്യമായത് ചൂണ്ടിക്കാണിച്ച് വിവരിക്കാൻ പറയുക. ഉത്തരങ്ങളെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നതോ അതെ എന്നോ അല്ല എന്നോ മറുപടി കിട്ടാത്തതോ ആയ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ ഡോക്ടർ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗി പറയുന്നത് ചിലപ്പോൾ വ്യത്യസ്തവിരുദ്ധമായി പോകാനും തന്മൂലം ചികിത്സ തെറ്റിപ്പോകാനും ഇടയുണ്ട്. ഇപ്രകാരം രോഗത്തിന്റെ വിശദ വിവരങ്ങൾ വൈദ്യൻ ഗ്രഹിക്കുന്നു. രോഗിയുടെ മാനസിക പ്രകൃതിയെയോ ശാരീരിക അവയവങ്ങളെയോ അവയുടെ പ്രവർത്തനത്തിനെയോ പറ്റി എന്തെങ്കിലും പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നിയാൽ വൈദ്യൻ അവരെ ചൂണ്ടിക്കാണിച്ച് രോഗിയെ കൊണ്ട് തന്നെ യഥാർത്ഥ വിവരങ്ങൾ വിശദമായി പറയിപ്പിക്കുന്നു. അതിനാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയും. കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? ഇച്ചിരി ശബ്ദം ഉണ്ടേ കൊള്ളാം. എന്തോ ഒരു നെറ്റ്വർക്കിന് ചെറിയൊരു ശാലം കൂടെ ശബ്ദം കൂട്ടി വെക്കാം. ഓക്കെ. അതിനെ പാരാഫ്രൈസിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വീണ്ടും നമ്മൾ ചോദിക്കണം, നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയല്ലേ ഇതല്ലേ എന്ന് പറയണം. ചിലപ്പം അവർ മാറ്റിയും പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് വേണമെന്ന് പറയുന്നത്. ഉദാഹരണം, മലമൂത്ര വിസർജനം, ഉറക്കം, വിശപ്പ്, ദാഹം,
ഭക്ഷണപാനീയങ്ങൾ, ശരീരത്തിലെ അവയവങ്ങൾ, ഓർമ്മശക്തി, മാനസിക സ്ഥിതി ഇത്യാദികൾ രോഗം മൂലമുണ്ടായ അവസ്ഥാവിഷയങ്ങളെപ്പറ്റി ചോദിച്ചറിയാം. ഇങ്ങനെ രോഗിയും കൂട്ടരും സ്വയമായും ചോദ്യങ്ങൾക്ക് മറുപടിയായും വേണ്ട വിവരങ്ങൾ തന്നതിന് ശേഷം രോഗത്തിന്റെ പൂർണ്ണരൂപത്തെപ്പറ്റി ഡോക്ടർക്ക് തൃപ്തിയായില്ലെങ്കിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും മോഷിച്ചിടുവെന്നെങ്കിൽ പറയണം, ഞാൻ നിർത്താക്കോളാം കേട്ടോ. ഇത് ഹനുമാൻ പറഞ്ഞതാ, എന്റെ വാചകങ്ങളല്ല ഞാൻ പറയുന്നത്. ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ശേഷം രോഗിയുടെ പ്രകൃതത്തിലും പെരുമാറ്റത്തിലും വൈദ്യൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ വിശേഷ വിവരങ്ങൾ കുറിച്ചെടുക്കുകയും അവയിൽ ഏതെല്ലാം രോഗിക്ക് അരോഗാവസ്ഥയിലും സഹജമായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചറിയുകയും വേണം. മറ്റൊരു വിധം ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ യഥാർത്ഥ രോഗത്തിന്റെ രൂപം തരുന്നില്ല. അവ രോഗി സേവിക്കുന്ന ഔഷധങ്ങൾ മൂലമുള്ള കൃത്രിമ രോഗങ്ങളാകുന്നു. എന്നാൽ അവ സേവിക്കുവാൻ തുടങ്ങിയതിനു മുമ്പോ സേവ നിർത്തി വളരെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമോ കാണുന്നത് ആകുന്നു യഥാർത്ഥ രോഗത്തിന്റെ തനി രൂപം എന്ന് ഡോക്ടർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതിൻ്റെ ഒരു താഴെ ഒരു ഈ ഫുട്നോട്ടുണ്ട്. ഈ വക കേസുകളിൽ ഹോമിയോപ്പതി ചികിത്സ പ്രകാരമുള്ള മരുന്നുകൾ ആദ്യം തന്നെ വേണ്ട വിധത്തിൽ സേവിച്ചാൽ ഈ വക രോഗലക്ഷണങ്ങൾ ഏറെക്കുറെ അപ്രത്യക്ഷമായും രോഗിക്ക് സഹജമായിട്ടുള്ള രോഗത്തിന്റെ രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. പെൻസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ മുതലായ ആന്റിബയോട്ടിക് കൊണ്ടുള്ള ചികിത്സ കഴിഞ്ഞ ശേഷം വരുന്ന രോഗികൾ ഹോമിയോപ്പതി ചികിത്സ ശാസ്ത്രപ്രകാരം തയ്യാറാക്കിയിട്ടുള്ള അതേ ഔഷധങ്ങൾ ആവശ്യാനുസരണം ആദ്യമായി സേവിച്ചാൽ മാത്രമേ യഥാർത്ഥ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും തുടർന്നുള്ള ഹോമിയോ ചികിത്സ കൊണ്ട് രോഗി സുഖം പ്രാപിക്കുകയും ചെയ്യുള്ളൂ. മേൽപ്പറഞ്ഞ ആന്റിബയോട്ടിക് എത്ര കാലം മുമ്പേ സേവിച്ചാലും ശരി, ഹോമിയോപ്പതി ചികിത്സ തുടങ്ങുന്നതിന് മുമ്പേ അവയ്ക്ക് പ്രത്യൗഷധം സേവിച്ചാൽ വളരെ നന്നായിരിക്കും. എന്നാൽ വേഗം വർദ്ധിക്കുന്നതും ഗുരുതരവുമായ രോഗത്തിൽ മറ്റൊന്നും ആലോചിച്ചാൽ അപ്പോൾ കണ്ട മനസ്സിലാക്കി തക്കതായ ഔഷധം കണ്ടുപിടിച്ച് ചികിത്സിക്കുവാൻ ഡോക്ടർക്ക് സാധിക്കണം. എന്നാൽ സൂക്ഷ്മ നിരീക്ഷനായ ഒരു വൈദ്യന് ആദ്യത്തെ 1-2 രോഗികളിൽ നിന്ന് തന്നെ വ്യക്തമായ രോഗചിത്രം ഗ്രഹിച്ച് അതിന് തക്കതായ ഔഷധം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഇപ്രകാരം ഇങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആഴത്തിലോട്ട് പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. 99 വരെ ഉണ്ട്. ഞാൻ ഏകദേശം 92 വരെ വായിച്ചുള്ളൂ. ഇനിയും സമയമുണ്ടെങ്കിൽ ബാക്കി കൂടെ പറയാം. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും കൂടെ പറയട്ടെ. എന്തെങ്കിലും ഇപ്പം 9:20 ആയില്ലേ, വേറുള്ളവരുടെ കൊണ്ട് അഭിപ്രായം അറിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ 9:24, 9:25 ആവുമ്പോൾ സാറേ. അതെ, വേറുള്ളവർ പറയട്ടെ. പിന്നെ മറ്റ് സീനിയർ ഡോക്ടേഴ്സ്, ഏത് ഡോക്ടേഴ്സിന് മുമ്പോട്ട് വരാം, ഹാൻഡ് റൈസ് ചെയ്ത് തീർച്ചയായിട്ടും അവരവരുടെ കേസ് ടേക്കിങ്ങിന്റെ ആ ഒരു സവിശേഷതകൾ പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ആ ടിപ്പുകളൊക്കെ ഒന്ന് പറയുക, കേസ് ടേക്കിങ്ങിന്റെ രീതി. എനിക്ക് അതിനെക്കുറിച്ച് തന്നെ 2 ക്ലാസ് എടുക്കാൻ പറ്റും, പക്ഷേ വേറുള്ളവർക്കൂടെ അവസരം ഉള്ളത് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നോക്കാം സാർ, ആരെങ്കിലും മുമ്പോട്ട് വരുന്നുണ്ടോന്നേ. നോക്കട്ടെ. കേസ് ടേക്കിംഗ് ആണ് ഫൗണ്ടേഷൻ. ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറുള്ളവർ ഇവിടെ വളരെ സാമർഥ്യക്കാരായിട്ടുള്ള പലരും ഇരിപ്പുണ്ട്, അവരൊക്കെ പറയട്ടെ. ഹരിഹരൻ സാറുണ്ട്. പിന്നെ ഹരിഹരൻ സാറിനൊക്കെ അവരുടെ കേസ് ടേക്കിങ്ങിന്റെ മെത്തേഡൊക്കെ ഒന്ന് പറയാം. അതുപോലെ ആർക്കും പറയാം. ഞാൻ സ്ഥിരം വരുന്നവരുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. രാജേശ്വരിയുടെ ഇല്ലെങ്കിൽ കുറുപ്പ് സാർ പറയും. ഹരിഹരൻ സാറുണ്ടോ? ഹരിഹരൻ സാറ് റെഡിയാണോ?
എനിക്ക് ലാപ്ടോപ്പിലല്ല, ഞാന് വീട്ടിലല്ല, പിന്നെ വേറൊരു വീട്ടിലാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എല്ലാരെയും കാണണമെങ്കിൽ വലിയ പാടാണ്, മൊബൈൽ ആയതുകൊണ്ട്. ലാപ്ടോപ്പിലാണെങ്കിൽ ഞാൻ എല്ലാരെയും സെർച്ച് ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഹരിഹരൻ സാറൊക്കെ ഉണ്ടല്ലോ. അയാളെ വേറെ ആരും പറയുന്നില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അത് തന്നെ സാറ് പറയൂ. ആഗന്തിക രോഗങ്ങളിൽ അടുത്ത കാലത്തോ നിജരോഗങ്ങളിൽ ദീർഘകാലം മുമ്പോ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ട് രോഗമുണ്ടായതാണെങ്കിൽ രോഗിയോടോ ബന്ധുക്കളോടോ രഹസ്യമായും തന്ത്രപരമായും ഡോക്ടർ ചോദിച്ച് മനസ്സിലാക്കണം. മാനഹാനി, ആത്മഹത്യാ പ്രവണത, കുടുംബഘടകം, ധനനാശം, പ്രകൃതി വിരുദ്ധമായ ശീലം, അമിതഭോഗം, ലൈംഗിക രോഗങ്ങൾ മുതലായ കാര്യങ്ങൾ രോഗി ചിലപ്പോൾ മറച്ചു വെച്ചെന്നിരിക്കും. നിലജങ്ങളുടെ കാര്യത്തിൽ രോഗിയുടെ തൊഴിൽ, ജീവിത രീതി, ഭക്ഷണക്രമം, കുടുംബജീവിതം ഇത്യാദികളെപ്പറ്റി ചോദിച്ച് രോഗം നിലനിന്നു വരുന്നതിന് എന്തെങ്കിലും കാരണമാണെങ്കിൽ അതിനെ നീക്കം ചെയ്യണം. രോഗിയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് സഹായകരമായിരിക്കും അത്. സ്ത്രീകളുടെ ആർത്തവകാലത്തും ഗർഭകാലത്തും പ്രസവത്തിലും ആർത്തവം നിലയ്ക്കുന്ന കാലത്തും, അതായത് മെനോപോസിൽ ഉള്ള ക്രമക്കേടുകളും വിശേഷാവസ്ഥകളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിജരോഗങ്ങളിൽ മേൽപ്പറഞ്ഞവയും അല്ലാത്തവയുമായ എല്ലാ രോഗലക്ഷണങ്ങളും വളരെ ശ്രദ്ധാപൂർവമായും അനുസരണമായും അന്വേഷിച്ചറിയണം. സാധാരണ കാണാത്തതായ ലക്ഷണങ്ങൾ ഏറ്റവും നിസ്സാരമാണെങ്കിലും കൂടി വിട്ടുകളയുവാൻ പാടില്ല. രോഗശമനത്തിനുള്ള ചികിത്സ നിശ്ചയിപ്പാൻ അവ അത്യന്താപേക്ഷിതമായിരിക്കും. ഈ വക നിസ്സാരമായ രോഗലക്ഷണങ്ങൾ വളരെ കാലമായി അനുഭവിച്ചു വരുന്ന രോഗത്തിന്റെ ഒരു ഭാഗമാണെന്ന് രോഗി കണക്കാക്കുന്നില്ല. എന്നാൽ ഇപ്രകാരമുള്ള ലക്ഷണങ്ങളായിരിക്കും രോഗിക്ക് ശരിയായ ഔഷധം തിരഞ്ഞെടുപ്പാൻ പലപ്പോഴും നമ്മെ സഹായിക്കുന്നത്. അതിനും പുറമെ രോഗികൾ പലമാതിരി പ്രകൃതക്കാരാണ്. മിഥ്യാരോഗഭയമുള്ള ചിലർ, അതായത് ഹൈപ്പോകോൺട്രിയാസിസ്, ഞാൻ ഇന്നലെ പറഞ്ഞതാ, അവരുടെ രോഗം വേഗത്തിൽ സുഖപ്പെടുന്നതിനും ഡോക്ടറെ പേരിപ്പിക്കുവാൻ വേണ്ടി അതിശയോക്തി കലർത്തിയും യഥാർത്ഥത്തിൽ കവിഞ്ഞും രോഗങ്ങൾ വിവരിക്കുന്നു. മറ്റു ചില രോഗികൾ ഉദാസീനത കൊണ്ടോ നാണക്കേട് കൊണ്ടോ മനസ്സിന് കരുത്തില്ലായ്മ കൊണ്ടോ അവരുടെ ചില രോഗലക്ഷണങ്ങൾ നിസ്സാരങ്ങളാണെന്ന് കരുതി പുറത്തു പറയാതിരിക്കുകയോ അസ്പഷ്ടമായി പറയുകയോ ചെയ്യുന്നു. രോഗികൾ അവരുടെ കഷ്ടപ്പാടുകളെയും അനുഭവങ്ങളെയും പറ്റി സ്വയം പറയുന്ന വിവരങ്ങളും അവർ ഉപയോഗിക്കുന്ന പദങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്നാൽ മറ്റുള്ളവർ പറയുന്നതിൽ പല വിധത്തിലും തെറ്റുപറ്റാൻ ഇടയുണ്ട്. ഉദാഹരണം, ഇപ്പൊ ഇന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് നേരിട്ട് പറയുള്ളൂ, എനിക്ക് വയറ്റി അസുഖമാണെന്നല്ല പറയുന്നത്, എനിക്ക് ഗ്യാസ് പ്രോബ്ലമാണ്, എനിക്ക് ഗാസ്ട്രൈറ്റിസ് ആണെന്ന് അവർ തന്നെയാണ്. കാരണം ഗൂഗിൾ മാമയിൽ നോക്കിയിട്ടാണ് ആൾക്കാരെല്ലാം വരുന്നത്. ഗൂഗിൾ ഡോക്ടർ ഒരു വലിയ ഡോക്ടറാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഓർഗനോൺ ഇല്ലാത്ത കാര്യം കേട്ടോ. എല്ലാ രോഗങ്ങളിലും നിജരോഗങ്ങളിൽ പ്രത്യേകിച്ചും രോഗത്തിന്റെ യഥാർത്ഥ പ്രകൃതവും പൂർണ്ണരൂപവും വിശേഷ ലക്ഷണങ്ങളും ഗ്രഹിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉദ്ദേശസാധ്യത്തിന് നാം മനുഷ്യപ്രകൃതത്തെ അറിഞ്ഞിരിക്കേണ്ടതും ചോദിക്കുന്നതിൽ സന്ദർഭാനുസരണം സാമർഥ്യവും കൗശലവും ക്ഷമാശീലവും പ്രയോഗിക്കേണ്ടതുമാകുന്നു. അല്പസ്ഥായിയായ, അതായത് അക്യൂട്ട് രോഗങ്ങളിൽ ആരോഗ്യസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ അടുത്ത കാലത്തുണ്ടായതിനാൽ രോഗിക്കും ബന്ധുക്കൾക്കും ഓർമ്മ വെച്ച് പറയുവാൻ എളുപ്പത്തിൽ സാധിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള രോഗങ്ങളുടെ പൂർണ്ണരൂപം ഗ്രഹിക്കാൻ ഡോക്ടർക്ക് അധികം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നില്ല. ഇത്രയാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരുപാടുണ്ട്. ഓർഗനോൺ മുഴുവൻ വായിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. പിന്നെ ഞാനും പറയാനുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ കേസ് എടുക്കുന്നത് പിന്നീട് വേണേൽ പറയാം. വേറുള്ളവർക്ക് അവസരത്തിന് വേണ്ടി ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്തുക. 9:30 തീർച്ചയായും ഈ പറഞ്ഞതെല്ലാം ഞാൻ പറഞ്ഞതല്ല, ഹനുമാൻ പറഞ്ഞ അതേപടി ഞാനങ്ങ് ഏറ്റു പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ സാറേ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഒരു മെസ്സേജ് case taking common format for documentation purpose is very necessary. അല്ല, അത് നമ്മൾ പുറകെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള ഒരു ചർച്ചയിലോട്ട് നമ്മൾ വരുന്നുണ്ട്. ഡോക്ടർ ദേവൻ ഒന്ന് ക്ഷണിക്കുകയാണ്. ഹലോ, ഞാൻ രാജേശ്വരിയാണ്. പിന്നെ ഡോക്ടർക്ക് ഒരു പേഷ്യന്റ് എമർജൻസി ആയിട്ട് വന്നതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുന്ന. ഡോക്ടർ ഉള്ളത് കണ്ടില്ല, അതുകൊണ്ടാണ്.
അല്ല, രാജേശ്വരി ഡോക്ടർ ഉണ്ടല്ലോ, നിങ്ങൾ രാജേശ്വരി ഡോക്ടർക്ക് അറിയായിരിക്കുമല്ലോ. രണ്ടുപേരുടെ മെത്തേഡായിരിക്കും രാജേശ്വരി ഡോക്ടർ വിളിക്കുന്നതിലൂടെ കിട്ടുന്നത്. അപ്പം ഒന്ന് ഞാന് പറഞ്ഞേ. ആ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഓർഗനോണില് എക്സ്പെർട്ട് ശരിക്കും പറഞ്ഞാൽ ദേവൻ ഡോക്ടർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ പേഷ്യന്റ് പെട്ടെന്ന് വന്നതുകൊണ്ട് പേഷ്യൻസിനെ നോക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു രീതി പറയാം. അത് ഓർഗനോൺ അറിയാമെങ്കിലും അതിപ്പം എന്നെ പോലെ ദേവൻ ഡോക്ടറെ പോലെയോ അല്ലെ കുറുപ്പ് ഡോക്ടർ സാറിനെ പോലെയോ ഒക്കെ മറ്റുള്ള ഈ വേദിയിലുള്ള ഡോക്ടേഴ്സിനെ പോലെ അത്രയും വിശദമായിട്ട് പറയാൻ അറിയത്തില്ലെങ്കിലും ഞാൻ സാധാരണ ഇപ്പം ശൈല ഡോക്ടറോട് നമുക്ക് പറയാമല്ലോ, ഗവൺമെന്റ് സർവീസിലായിരുന്നപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ആ ഒരു കേസ് ടേക്കിംഗ് മെത്തേഡൊക്കെ അങ്ങ് പോയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 10 മാസമായിട്ട് തന്നെയല്ല, സർവീസിൽ ലാസ്റ്റ് 1 ഇയർ എനിക്ക് ജനനിയിലൊന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരവും ലഭിച്ചത് കൊണ്ട് ആ കേസ് ടേക്കിംഗ് മെത്തേഡ് വീണ്ടും തിരിച്ച് കിട്ടുകയായിരുന്നു. അതൊരു വളരെ ഉപകാരമായി. കാരണം ഇപ്പോൾ അതുകൊണ്ട് ഒരു അക്യൂട്ട് കേസ് വന്നാൽ പോലും ഞാൻ ഹെഡ് ടു ഫുഡ് ചോദിച്ച് തന്നെയാണ് മെഡിസിൻ എടുക്കുന്നത്. പണ്ടെന്ന് അല്ല, മറ്റേ സർവീസിലിരിക്കുമ്പോൾ നമുക്ക് അതിന് സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ പേഷ്യൻസിനെ നോക്കുന്ന, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ പേഷ്യൻസിനെ നോക്കുന്നത് മാത്രമായിരുന്നില്ലല്ലോ, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് കൊണ്ട് നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസും ഒബ്സർവേഷനും കൊണ്ടൊക്കെ നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല. എല്ലാ സിംറ്റംസും ഒരു കോസേഷൻ തൊട്ട് പിന്നെ എന്താണ് ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കൺകോമിറ്റൻസ്, അങ്ങനെയുള്ള എല്ലാ സിംറ്റംസും ചോദിച്ച് തന്നെയാണ് മെഡിസിൻ എടുക്കുന്നത്. ഏത് അക്യൂട്ട് കേസ് വന്നാലും, ക്രോണിക് കേസിൽ പിന്നെ പ്രത്യേകിച്ചും. എങ്കിൽ പോലും നമുക്ക് മെന്റൽ ജനറൽസും ഫിസിക്കൽ ജനറൽസും എടുക്കുന്നതിനോടൊപ്പം തന്നെ പർട്ടിക്കുലേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കേസ് പറയാം ഞാൻ. അപ്പൊ അത് ഞാൻ സർവീസിൽ ഇരുന്നപ്പോഴും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ രാവിലെയൊക്കെ പോയിട്ടൊക്കെ വരുമ്പം ചിലപ്പോൾ റെപ്പട്രൈസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഒരു സമയം കിട്ടാറില്ലായിരുന്നു. ഒരു പേഷ്യന്റിന് ഒരു 10-40 ഇയേഴ്സ് ഒരു മെയിലാണ്. അപ്പൊ അയാള് പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഇയാൾ എപ്പോഴും ഈ പേഷ്യന്റ് വന്നിട്ട് ഒരു പ്രധാന ഒരു സിംറ്റം പറയുമായിരുന്നു. അപ്പം ഫാറ്റി ലിവർ ഉണ്ട്, ഗ്രേഡ് 3 ആയിരുന്നു. അപ്പൊ അതനുസരിച്ച് മെഡിസിൻസ് ഒക്കെ ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ ചോദിച്ച് ഞാൻ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമായിരുന്നു. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം പറഞ്ഞിരുന്നത് ഉറക്കം വരും. അതായത് പ്രത്യേകിച്ചും രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉറക്കം വരും എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ എൻ്റെ ആ ഒരു റെഫർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ടയർഡ്നെസ്സോ ഒക്കെ കൊണ്ട്, വീട്ടിലാണ് വരുന്ന പ്രാക്ടീസിൽ വന്നുകൊണ്ടിരുന്ന പേഷ്യന്റ് ആണ്. അപ്പൊ അപ്പോഴേ എനിക്കറിയാം ഇതൊരു പെർട്ടിക്കുലർ സിംറ്റം ആണല്ലോ, നമുക്ക് ഇത് റെഫർ ചെയ്യേണ്ട ആവശ്യമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ എങ്കിലും കുറെ നാളുകൾക്ക് ശേഷമാണ്, അപ്പോഴത്തേക്കും പിന്നെ ഈ പേഷ്യന്റ് വരാതെയായിരുന്നു. അപ്പൊ എന്തുകൊണ്ടോ, അപ്പൊ അതിനുശേഷം ഇങ്ങനെ റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ റെഫർ ചെയ്ത് വന്നപ്പം എനിക്ക് ഫെൽറ്റൗരി എന്ന് പറഞ്ഞ മെഡിസിൻ ആണ്. അപ്പൊ അതെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി വളരെ ലിവർ കംപ്ലൈൻസിനും വളരെ നല്ലൊരു മെഡിസിനുമാണ്. പിന്നെ ഫാറ്റി ലിവറിനും ഫാറ്റി ഡീജനറേഷനും ഒക്കെ പറ്റിയ മെഡിസിനാണ്. അപ്പൊ അന്ന് തൊട്ട് ഈ പേഷ്യന്റിനെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും. വെറുതെ ഒരു കൗതുകമല്ലേ, ആ പേഷ്യന്റ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഈ മെഡിസിൻ നമുക്ക് വീട്ടിലില്ലായിരുന്നു, എല്ലാം വാങ്ങിയൊക്കെ വെച്ച് 30 പൊട്ടൻസിയാണ് കിട്ടിയത്. അപ്പം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും ഈ പേഷ്യന്റ് ഇതുള്ളൊരു സ്കിൻ അലർജി ആയിട്ട് വന്നു. ഞാൻ കാത്തിരുന്നല്ല. അപ്പൊ സ്കിൻ അലർജിയുടെ ഒരു മെഡിസിൻ, ആ മെഡിസിൻ ഞാൻ ഓർക്കുന്നില്ല, റെഫർ ചെയ്തില്ല ഞാൻ. ഫെൽറ്റൗരിയും കൊടുത്തു. അപ്പൊ ഡിസംബറിൽ വന്നു, 3 പ്രാവശ്യം വന്നു. ഫെൽറ്റൗരി കൊടുത്തിട്ട് പിന്നെ വന്നത് കഴിഞ്ഞ ഈ 2 ദിവസം മുമ്പ്. അപ്പൊ ഈ പയ്യൻ ഇപ്പം ഫുഡ് കഴിക്കാൻ തുടങ്ങി രാത്രിയില്. അപ്പൊ ആ പയ്യൻ ആക്ച്വലി മനസ്സിലാകുന്നില്ല നമ്മളുടെ ആ മെഡിസിന്റെ ഒരു എഫക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ആ കറക്റ്റ് മെഡിസിൻ ചെന്നപ്പം പിന്നെ ശരിയായെന്നോ ഒക്കെ ഉള്ളത് മനസ്സിലാവുന്നില്ല. ഫാറ്റി ലിവർ ഡീജനറേഷൻ അല്ലെ ഫാറ്റി ലിവർ ഗ്രേഡ് 3 നിന്നും 1 ആവുകയും ചെയ്തു. അപ്പം ആ ഒരു കേസ് ടേക്കിങ്ങിന്റെയും മീൻസ് ഞാൻ പറഞ്ഞ ആ പെർട്ടിക്കുലർ സിംറ്റം കൂടി നമുക്ക് കിട്ടിയത് കൊണ്ടുണ്ടായ പ്രയോജനമാണ്. അല്ലാതെ ജനറലായിട്ട് നമ്മൾ ചുമ്മാ നോക്കി പോയിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സിംറ്റം കിട്ടുകയോ നമ്മൾക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്യാനോ സാധിക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു മെത്തേഡ് ഇതാണ്. ദേവൻ ഡോക്ടറുടെ മെത്തേഡ് ഞാൻ ചില ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ കലാപരമായിട്ടാണ് എടുക്കുക.
ഹെഡ് ടു ഫുഡ് തന്നെ എടുക്കും. തന്നെ വല്ല ചിലപ്പോൾ പേഷ്യൻസ് ഞെട്ടിപ്പോകും. സാധാരണ കാരണം ഡോക്ടർ ഒരു ജ്യോത്സ്യനാണോ എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നിപ്പോകും. ഞാനും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് ടേക്കിങ് കാണുമ്പം എനിക്കും വളരെ കൗതുകവും അതിശയവും തോന്നാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അന്ന്. എന്നാണ് ലാക്കന ഇനത്തിൻ്റെ ഒരു കേസ് ടേക്കിങ്ങിൻ്റെ ഒരു പറഞ്ഞു. കാരണം 1-2 സിംറ്റംസ് കേസുകൾ കേൾക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം തന്നെ നോക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുക. അപ്പോൾ തുടങ്ങുമ്പോൾ ആ പാസ്റ്റ് ഹിസ്റ്ററി നമുക്കറിയാവുന്ന പോലെ പാസ്റ്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഒരു കൊസേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാം കഴിഞ്ഞ് അപ്പം ഈ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമുക്ക് 1-2 മെഡിസിൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ആ ഒരു ക്വസ്റ്റ്യനിങ്ങിലാണ് ഞാൻ അന്ന് സൂചിപ്പിച്ച ലാക്കന ഇനം. അപ്പോൾ 1-2 ഞാൻ ഇപ്പം അത്രയും ഓർക്കുന്നില്ല. എന്നാലും ആ ഒരു ക്വസ്റ്റ്യൻസ് ലീഡിങ് ക്വസ്റ്റ്യൻസ് പാടില്ല എന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഏട്ടൻ ചോദിച്ചു സ്വപ്നം കാണുന്നത്, പാമ്പിനെ സ്വപ്നം കാണാറുണ്ടോ എന്ന് തന്നെ അങ്ങ് ചോദിച്ചു. കറക്കി കുത്തിയൊന്നും ചോദിച്ചില്ല. അപ്പോഴുണ്ട്. പിന്നെ ഓൾട്ടർനേറ്റിംഗ് സൈഡ്സ് അങ്ങനെയുള്ളതുകൊണ്ട് ലാക്കന ഇനത്തിലോട്ട് പോവുകയും ലാക്കന ഇനം 10 തന്നെയാണ് കൊടുത്തത്. അത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഒരു കോൾഡ് വന്നാൽ പോലും നമ്മൾ എല്ലാ കേസ് നമ്മളുടെ ആ പോയിന്റ്സ് എല്ലാം തന്നെ കവർ ചെയ്ത് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അനുഭവവും എക്സ്പീരിയൻസും. ഡോക്ടർ ഇതുവരെ ഫ്രീ ആയില്ല. ഉണ്ടായിരുന്നെങ്കിൽ വളരെ പറയാനുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. ശരി എന്നാ, താങ്ക് യു. ഓക്കെ രാജേശ്വരി ഡോക്ടറെ, എന്തായാലും നമുക്ക് ദേവൻ ഡോക്ടറെ കിട്ടുന്നില്ല. എങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ വളരെ വിശദമായി കേസ് ടേക്കിങ്ങിനെ കുറിച്ച് ഡോക്ടർ സംസാരിച്ചേനെ. ഇനി മറ്റേതെങ്കിലും ഡോക്ടേഴ്സിന് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ അതനുസരിച്ച് കേസ് ടേക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ജൂനിയർ ഡോക്ടേഴ്സിനുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. വീണ ഡോക്ടർ എന്തൊക്കെയാണ്? വീണ ഡോക്ടർ ഉണ്ട്. ഹരിഹരൻ സാറിനെ കണ്ടല്ലോ. വീണ ഡോക്ടർ ഇപ്പൊ കാണുന്നില്ല. ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ സ്ഥലത്തില്ലെന്ന് തോന്നുന്നു. കേറിയിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നില്ല. വീണ ഡോക്ടർക്ക് കേസ് ടേക്കിങ്ങിന് ഉള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ പരിചയത്തിൽ പറയാവുന്നതാണ്. ഈ കൂട്ടത്തിൽ എല്ലാവർക്കും പറയാവുന്നതാണ്. നമുക്ക് മായാദോസൻ ഡോക്ടർക്ക് സംസാരിക്കാവോ? ഡോക്ടർക്ക് ഒത്തിരി സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ്. ആർക്കും തന്നെ സംശയങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ചോദിക്കാനൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണ് ആർക്കും പറയാനില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറയാം. ഞാൻ റെഡിയാണ്. എന്നാലും പറയട്ടെന്ന് വിചാരിച്ചാൽ മിണ്ടാതെ. അതെ, മറ്റുള്ളവരൊക്കെ ഒന്ന് ഇതിൽ ആദ്യം വേണ്ടത്, നമ്മൾ ഈ ഡോക്ടർമാർക്ക് ആദ്യം വേണ്ടത് ഒരു ആത്മവിശ്വാസവും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ധൈര്യവും കൂടിയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് കേസിന്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ളൊരു വേദിയാണ് നമ്മുടെ ഈ IAPHന്റെ വേദി. ഈ വേദിയിൽ ഇതുവരെ സംസാരിക്കാത്ത കുറേ ഡോക്ടർമാരുണ്ട്. പക്ഷെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങണം. കാരണം നമ്മളെല്ലാവരും പ്രൊഫഷണൽസ് ആണ്. ഈ പ്രൊഫഷണൽ ഇന്നത്തെ കാലം തന്നെ കൈക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന രീതിയിൽ ആ പവർ നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. കാരണം എല്ലാ കഴിവുകളും നല്ലപോലെ നമ്മുടെ കെന്റിന്റെ ഫിലോസഫിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നല്ല MDയും നല്ല വിവരവും ഒക്കെ ഉള്ള ധാരാളം പരാജയപ്പെടുന്നതെന്ന്. അപ്പൊ അതിൽ പറയുന്നത് ഈ നമ്മുടെ ചികിത്സയോട് അത്യധികം പ്രണയം തോന്നുന്നവരാണ്, അല്ലെങ്കിൽ അതിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നവരാണ് ചികിത്സയിൽ സക്സസ്ഫുൾ. അറിവുകൊണ്ട് മാത്രം നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ലെന്നാണ്. അപ്പം അതുകൊണ്ടാണ് ആരാണ്
വ്യാജൻ എന്നുള്ളതിനെ കുറിച്ച് പോലും അതിനകത്ത് പറയുന്നുണ്ട്. അത് ഈ ഹോമിയോപ്പതിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതിനായിട്ട് പഠിക്കാനായിട്ട് കൂടുതൽ കൂടുതൽ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുന്നത്. അതിനകത്ത് അത് നമ്മുടെ ഫിലോസഫിയിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടറെ ആ ഡോക്ടർക്ക് പേഷ്യൻസ് ഇല്ലാത്തത്? അദ്ദേഹം റാങ്ക് മേടിച്ച ആളല്ലേ, എന്നിട്ടും പേഷ്യൻസ് ഇല്ലല്ലോ. അപ്പുറം ആ തല്ലിപ്പൊളിയായിട്ട് നടന്നവന് ഭയങ്കര പ്രാക്ടീസ്. അതിന്റെ കാരണം ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് അറിവ് ഉണ്ടായാൽ മാത്രം പോരാ, അത് നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം, അതിന് വേണ്ടത് ഒരു ആത്മവിശ്വാസമാണ്. ഇത് അതുകൊണ്ട് തന്നെ ഈ വേദിയിലുള്ള എല്ലാവരോടും നമുക്കുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഓരോരുത്തരായി ഞാൻ വിളിക്കാം, നിങ്ങൾ എല്ലാവരും മിനിമം എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഇതുവരെ നടന്ന കാര്യങ്ങളെ കുറിച്ചെങ്കിലും ഒന്ന് സംസാരിക്കുക. അതിനുള്ള ഒരു വേദിയായിട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നാളെ നിങ്ങൾ ആരും പങ്കെടുക്കാതിരിക്കരുത്. കാരണം ഇത് പങ്കെടുപ്പിക്കുക ഓരോരുത്തരെയും കുറെ കൂടി കോൺഫിഡൻസ് ഉള്ള ഡോക്ടർമാരാക്കുക എന്നുള്ളതാണ്. ഈ ഞാനോ ശ്രീധരക്കുറുപ്പ് സാറോ അല്ലെ രാജേശ്വരി ഡോക്ടറോ ദേവൻ ഡോക്ടറോ മാത്രമല്ല, എല്ലാവർക്കും ഇത് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇങ്ങനെ വരണം. കാരണം ഇനിയുള്ള സമയം നമ്മുടേതാണ്. സകല അംഗനവാടികളിലും സകല വനിതാ കൂട്ടായ്മകളിലും കുടുംബശ്രീകളിലും ഒക്കെ ക്ലാസ് എടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാവണം. അതുവഴി നിങ്ങൾ പ്രശസ്തരാകുകയും ഹോമിയോപ്പതിയിലോട്ട് ധാരാളം ആൾക്കാർ വരികയും അതുവഴി നമ്മളുടെ ഒരു നിലവാരം മെച്ചപ്പെടുകയും ചെയ്യും. നമ്മളല്ലാതെ വേറൊരാൾക്ക് നമ്മളെ നന്നാക്കാൻ പറ്റില്ല. ആദ്യം നമ്മൾ തന്നെ അതിനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോരുത്തരെ ഒന്ന് വിളിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്നതും ഇതുവരെ സംസാരിക്കാൻ പറ്റാത്തവര് ദയവായി നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ചെയ്താൽ. മഞ്ജു എന്ന് പറയുന്നുണ്ട്. ഡോക്ടറാണോ മഞ്ജു? മഞ്ജു സംസാരിക്കാവോ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. എന്തെങ്കിലും ഡോക്ടർ എവിടെയാണ്, എന്താണ്? യെസ്. നമസ്കാരം ഡോക്ടറെ. ഞാന് ബാംഗ്ലൂരിലാണ്. ഫുൾ നെയിം മഞ്ജുഷ എന്നാണ്. ഞാന് പടിയാറിലെ സെക്കൻഡ് ബാച്ച് BHMS ആണ്. ഇവിടെ പ്രാക്ടീസ്. ഡോക്ടറാണെന്നാണ്. എന്തോ? നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറാണെന്നാണ് അല്ലേ? അത്യാവശ്യം. ഡോക്ടറുടെ ഒരു അനുഭവം പറയാവോ? ഹോമിയോപ്പതി മരുന്ന് കൊടുത്ത് ഡോക്ടർ ചികിത്സിച്ച ഏതെങ്കിലും ഒരു രോഗിയുടെ ഒരു ചെറിയ അനുഭവം. എനിക്ക് കൂടുതലും സ്കിന്നിലാണ് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് കിട്ടിയേക്കണത്. പ്രത്യേകിച്ച് സോറിയാസിസ് കേസിലും ഒക്കെ അത്യാവശ്യം വലിയ ഫെയിലിയർ ഒന്നും പറ്റിയിട്ടില്ല. പേഷ്യൻസിന്റെ ഡോക്ടർ ഏത് രീതിയിലാണ് ഒരു സോറിയാസിസ് പേഷ്യന്റിന്റെ കേസ് മുന്നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ, പ്യുവർലി കോൺസ്റ്റിറ്റ്യൂഷണൽ സിംഗിൾ റെമഡീസ് ആണ്. പിന്നെ നമ്മള് പിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതെ അതെ, അത് കുഴപ്പമില്ല. പിന്നെ ഡോക്ടർ അതില് എങ്ങനെയാണ് ഡയറ്റ് ആൻഡ് റെജിമെൻ ഒക്കെ കൊണ്ടുപോകുന്നത്? ഡയറ്റ് ആൻഡ് റെജിമെൻ ഇപ്പം സോറിയാസിസ് വിറ്റിലിഗോ കേസിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ തിന്നാൻ പറയും. അങ്ങനെയൊക്കെ കൂടുതൽ നമ്മൾ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റാറില്ല ഇവിടെ. പൊട്ടൻസി ഒക്കെ ഏത് രീതിക്കാ പോകുന്നത്? എന്താ ഡോക്ടറെ? പൊട്ടൻസി ഒക്കെ ഏത് രീതിക്കാ പോകുന്നത്? ചോദ്യം മനസ്സിലായില്ല കേട്ടോ, ഇവിടെ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഇവിടെ പൊട്ടൻസി ഏതാ ഉപയോഗിക്കുന്നത്? പൊട്ടൻസി 30 ഞാൻ തുടങ്ങുക. 30 തുടങ്ങി അതിന്റെ ആക്ഷൻ കുറച്ച് കുറഞ്ഞു വരുമ്പോ പിന്നെ 200 വണ്ണം വരെയൊക്കെ എനിക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ. ഡോക്ടറുടെ ഒരു 3-4 കേസുകളെ കുറിച്ച് അടുത്തൊരു ദിവസം സംസാരിക്കും.